കിഫ്ബി റോഡിൽ ടോൾ പിരിക്കുന്നുള്ള പഠനം നടക്കുന്നത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലാണ്. AI ക്യാമറയുമായി ബന്ധിപ്പിച്ച് ടോൾ നടപ്പിലാക്കാനാണ് പദ്ധതി. കരട് ബില്ല് തയ്യാറാക്കി മാർച്ച് 28 വരെ നീളുന്ന സഭാ സമ്മേളനത്തിൽ നിയമമായി കൊണ്ടുവരാനാണ് സർക്കാരിന്റെ നീക്കം. തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് കൃഷ്ണ, ഒപ്പം തന്നെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ നിന്ന് രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്ന. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ഇന്നലെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നത്. അതായത് കിഫ്ബി അതിൻ്റെ സ്വന്തം നിലയിലെല്ലാം കണ്ടെത്തും, അത് മറ്റ് ആഘാതമോ അല്ലെങ്കിൽ ആളുകൾക്ക് ഒരു ഭാരമോ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. പക്ഷെ ആ പ്രതീക്ഷകൾ തെറ്റുന്നു. വരുമാനം കണ്ടെത്തേണ്ടി തന്നെ വരുന്നു കിഫ്ബിക്ക്. അങ്ങനെയെങ്കിൽ കിലോമീറ്റർ അടിസ്ഥാനത്തിലുള്ള കണക്കിലേക്കും ടോളിലേക്കും ഒക്കെ പോകാൻ ഒരുക്കും. അപ്പോൾ ഇത് ഇല്ല എന്ന് പറഞ്ഞത് തള്ളിക്കളയുമ്പോഴും പഠനം നടക്കാനും തുടങ്ങിയിരിക്കുന്നു അല്ലേ പ്രശാന്ത്? ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമേ ധനമന്ത്രി കഴിഞ്ഞ ദിവസം നമ്മോട് തന്നെ സംസാരിച്ചപ്പോൾ വിശദീകരിച്ചിട്ടുള്ളൂ. കാരണം മാസങ്ങൾ മുൻപ് തന്നെ ഈ പഠനം കിഫ്ബി ആരംഭിച്ചിട്ടുണ്ട്. കാരണം കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന കാരണത്താലാണ് ഈ പഠനം തന്നെ തുടങ്ങുന്നത്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതിനുള്ള സാധ്യതയെക്കുറിച്ച് പഠിക്കാനായി നിർദ്ദേശം നൽകുന്നത്. അങ്ങനെയാണ് അമ്പലപ്പുഴ തിരുവല്ല പാതയിൽ, സംസ്ഥാന പാതയിൽ ഇത്തരമൊരു പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ കിഫ്ബി നിർമ്മിക്കുന്ന 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള റോഡുകളിൽ നിന്ന് ടോൾ പിരിച്ച് എങ്ങനെ വരുമാനം കണ്ടെത്താം എന്നതാണ് ഇതിലൂടെ പഠിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ, അതായത് ടോൾ ബൂത്തുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ AI ക്യാമറ, ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് AI ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ AI ക്യാമറയിൽ അധിഷ്ഠിതമാക്കിയുള്ള സോഫ്റ്റ്വെയർ രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളുടെ പഠനം ഒരു വശത്ത് നടക്കുന്നുമുണ്ട്. സാധാരണ മറ്റ് നമ്മുടെ ദേശീയപാതയിലെ ടോൾ പോലെയുള്ള അല്ല വിഭാവനം ചെയ്യുന്നത്. ഒരാൾ എത്ര ദൂരം യാത്ര ചെയ്യുന്നു, ആ യാത്ര ചെയ്യുന്ന ദൂരത്തിന് വരെ ഉള്ള ടോള് കണക്കാക്കി ഉള്ള പേയ്മെന്റ് നടത്തുന്ന രീതിയിലുള്ള ഒരു ടോൾ പിരിവ് സംവിധാനമാണ് ഇപ്പോൾ ഈ പഠനത്തിന്റെ ഘട്ടമായി കിഫ്ബി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പഠനം പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ ഡിസ്കഷൻ സ്റ്റേജിലാണ്, ഡിസിഷൻ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസം രാത്രിയും കിഫ്ബി അധികാരികളുമായി ബന്ധപ്പെട്ടവർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ സംസ്ഥാന പാതയിൽ, അതായത് 50 കോടി രൂപയ്ക്ക് മുകളിൽ ചിലവുള്ള സംസ്ഥാന പാതകൾ മാത്രമല്ല, മറ്റു പാതകളിൽ ഇത് നടപ്പാക്കുമ്പോൾ ജനത്തിന് മേൽ വലിയ ഭാരമുണ്ടാകും. കാരണം ഓരോ ദിവസം യാത്ര ചെയ്യുമ്പോഴും അവർ പണം കൊടുക്കേണ്ടി വരും. അത് പോക്കറ്റ് ചോർത്തുന്ന ഒരു നടപടി തന്നെയാകും. നമുക്കറിയാം ദേശീയപാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ എത്ര പണമാണ് നമുക്ക് ഈ ടോൾ ബൂത്തുകളിൽ കൊടുക്കേണ്ടി വരുന്നതെന്നുള്ളത്. അപ്പോൾ അതൊരു വശത്ത്. രണ്ടാമതൊരു വിഷയം, ഇതിപ്പോൾ നിലവിൽ ഈ നിയമസഭയുടെ BAC രൂപീകരിച്ച് BAC നിർണയിച്ചിട്ടുള്ള ബില്ലുകളിലൊന്നും തന്നെ ഇത് വന്നിട്ടില്ല. എന്നാൽ മാർച്ച് മാസം 28-ാം തീയതി വരെ നീളുന്നതാണ് ഈ സഭാ സമ്മേളനം. അപ്പോൾ ഈ സഭാ സമ്മേളന കാലത്തിനിടയിൽ തിടുക്കത്തിൽ ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ കിഫ്ബി തയ്യാറാക്കുന്ന ഒരു ഡ്രാഫ്റ്റ് അത് നിയമവകുപ്പിലേക്ക് വരണം, ധനവകുപ്പിലേക്ക് വരണം. അതിനുശേഷം മാത്രം മന്ത്രിസഭ അംഗീകരിച്ച് മാത്രമേ നിയമസഭയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അത്തരം നടപടിക്രമങ്ങൾ ഇനിയും ഈ കിഫ്ബി ടോളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്. ഇതിന് പുറമെ എല്ലാം തന്നെ ഒന്ന് കിഫ്ബിക്ക് വരുമാനം കണ്ടെത്തുക എന്നതാണ് ഇതിലൂടെ വിഭാവനം ചെയ്യുന്നത്. നിലവിൽ മോട്ടോർ വെഹിക്കിൾ വരാം. ഇപ്പോൾ വരുമാനം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. കാരണം കിഫ്ബിയുടെ കടമെടുപ്പ് അത് സംസ്ഥാനത്തിന്റെ പൊതുകടമായാണ് ഇപ്പോൾ കേന്ദ്രം കണക്കാക്കുന്നത്. ആ രീതിയിൽ വരുമാനം കണ്ടെത്തിയേ മതിയാകും.